ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 88 മണ്ഡലങ്ങളിൽ ഇന്നലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. കേരളത്തിൽ 70.35% പോളിംഗ്, സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 7% കുറവ്. രാജ്യത്ത് വരും ഘട്ട തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 7-ന്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഇന്നലെ നടന്ന രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 88 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു. കേരളത്തിനു പുറമെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന കർണാടക, പശ്ചിമബംഗാൾ തുടങ്ങി 11 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം കർണാടകയിലെ 14 മണ്ഡലങ്ങളിലായി 65%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. പശ്ചിമബംഗാളിലെ 3 മണ്ഡലങ്ങളിൽ 71%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. 13 മണ്ഡലങ്ങൾ ജനവിധി എഴുതിയ രാജസ്ഥാനിൽ 73%-ലധികമാണ് പോളിംഗ്. മഹാരാഷ്ട്രയിൽ 54%-ലധികവും ഉത്തർപ്രദേശിൽ 52%-ലധികവും പോളിംഗ് രേഖപ്പെടുത്തി. മധ്യപ്രദേശിൽ 55%-ലധികം പേരാണ് വോട്ട് ചെയ്തത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിലെ ജമ്മു മണ്ഡലത്തിൽ 67%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 70%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 7% കുറവുണ്ടായിട്ടുണ്ട്. 77.84% പോളിംഗാണ് 2019-ൽ രേഖപ്പെടുത്തിയത്. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 70.35% വോട്ടുകൾ രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. കുതിച്ചുയർന്ന താപനിലയും ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഉണ്ടായിട്ടും സംസ്ഥാനത്ത് മെച്ചപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ ദൃശ്യമായി. വൈകിട്ട് 6 മണിക്ക് അവസാനിക്കേണ്ടിയിരുന്ന പോളിംഗ് പലയിടത്തും ഏറെ വൈകിയും തുടർന്നു. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറ് മൂലം പോളിംഗ് തടസ്സപ്പെട്ടെങ്കിലും അവ ഉടൻ തന്നെ പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. പല മണ്ഡലങ്ങളിലും ടോക്കൺ ലഭിച്ച വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് സമയത്തിന് ശേഷവും തുടർന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 77.66% പേർ വോട്ട് ചെയ്ത വടകര മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. പത്തനംതിട്ട മണ്ഡലം 63.35% ഏറ്റവും പിന്നിലും. 3 പ്രധാന മുന്നണികളായ LDFും UDFും NDAയും തങ്ങളുടെ പക്ഷത്തിന് വിജയമുറപ്പാക്കാൻ കഴിഞ്ഞ മാസങ്ങളിൽ ശക്തമായ പ്രചാരണ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ പോളിംഗ് ശതമാനത്തിൽ ശുഭപ്രതീക്ഷയിലാണ് 3 മുന്നണികളും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വിജ്ഞാപനം ഇന്നലെ പുറപ്പെടുവിച്ചു. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 14 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 13 സീറ്റുകളിലും പശ്ചിമബംഗാളിലെ 7 സീറ്റുകളിലും ഒഡീഷയിലെയും ബീഹാറിലെയും 5 സീറ്റുകളിലും ഝാർഖണ്ഡിലെ 3 സീറ്റുകളിലും ജമ്മുകശ്മീരിലെ 1 ലഡാക്കിലുമാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വരും ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും NDAയ്ക്കായി പ്രചാരണ രംഗത്ത് സജീവമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഖർഗെയും അടക്കമുള്ളവരും ശക്തമായ പ്രചാരണത്തിലാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, BSP നേതാവ് ആകാശ് ആനന്ദ് തുടങ്ങിയവരും പ്രചാരണ രംഗത്തുണ്ട്. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്നു. മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ഇന്ന് വിവിധയിടങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പോർബന്ദർ, ഭറൂച്ച്, പഞ്ച്മഹൽ എന്നിവിടങ്ങളിൽ മാരത്തോൺ റാലികളിലും വഡോദരയിൽ നടക്കുന്ന റോഡ് ഷോയിലും ശ്രീ ഷാ പങ്കെടുക്കും. വൽസദ് ജില്ലയിലെ ധരംപൂരിലാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തുന്നത്. മെയ് 7-നാണ് സംസ്ഥാനം ജനവിധി തേടുന്നത്. അസമിൽ ബാർപേട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് റാലിയെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ന് ഗുവാഹട്ടിയിൽ മാധ്യമപ്രവർത്തകരുമായി ശ്രീ ഖാർഗെ സംവദിക്കും. അസം മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മയും ഇന്ന് വിവിധ റാലികളിൽ പങ്കെടുക്കും. അസമിലെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 4 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ജനം വിധിയെഴുതുന്നത്. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ. ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥകളിലൊന്നാക്കി മാറ്റിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇന്നലെ കർണാടകയിലെ ബിദറിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ നദ്ദ. യൂറോപ്പ്, ജപ്പാൻ, റഷ്യ, US തുടങ്ങിയ പല രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥ തകരുമ്പോഴും
ഇന്ത്യ ശോഭയോടെ കുതിച്ചുയരുകയാണെന്നും BJP അധ്യക്ഷൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഡിജി ലോക്കറിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് റിപ്പോസിറ്ററി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ വായുസേനയും കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയവും തമ്മിൽ ഇന്നലെ ന്യൂഡൽഹിയിലെ വായുസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിലുള്ള ഒരു പ്രധാന സംരംഭമാണിത്. നിലവിലെ സേനാ അംഗങ്ങളുടെയും വിരമിച്ചവരുടെയും വിവിധ സേവന റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഈ പദ്ധതിയിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചാർധാം യാത്രയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. 16 ലക്ഷത്തോളം പേരാണ് യാത്രയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റോഡുകൾ, ഗതാഗത സംവിധാനങ്ങൾ, പാർക്കിംഗ്, ഹോട്ടലുകൾ, ധാബകൾ, ഭക്ഷണശാലകൾ, പോലീസ് ട്രാഫിക് സംവിധാനം തുടങ്ങിയ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ ചേർന്ന യോഗത്തിൽ യാത്രയോടനുബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ ശ്രീ ധാമി വിലയിരുത്തി. യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് എന്നീ 4 പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനമാണ് ചാർധാം യാത്ര. കേരള, തമിഴ്നാട് തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്തും തെക്കൻ തമിഴ്നാട്, വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട്, വടക്കൻ തമിഴ്നാട് തീരങ്ങളിലും നാളെ പുലർച്ചെ 2:30 മുതൽ രാത്രി 11:30 വരെ 0.5 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. IPL-ൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 8 വിക്കറ്റ് ജയം. കൊൽക്കത്ത ഉയർത്തിയ 262 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം നേടുകയായിരുന്നു. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 3:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈകിട്ട് 7:30 ലക്നൌവിൽ നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. ഷാങ്ഹായിൽ ഇന്ന് നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ എസ്റ്റോണിയയെ നേരിടും. ജ്യോതി സുരേഖ വെന്നം, അഭിഷേക് വർമ്മ എന്നിവരുടെ സഖ്യമാണ് മെക്സിക്കൻ താരങ്ങളെ പരാജയപ്പെടുത്തി ഫൈനൽ ഉറപ്പിച്ചത്. 4 മെഡലുകൾ ഉറപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. ജമ്മു കശ്മീരിലെ റംബാൻ ജില്ലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 30-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വ്യാഴാഴ്ച രാത്രി മുതൽ റംബാൻ ഗൂൾ റോഡിന്റെ 1 കിലോമീറ്ററോളം ഭാഗം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗൂൾ സബ് ഡിവിഷനിലെ 60,000 വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പ്രദേശത്ത് വൻതോതിലുള്ള മണ്ണിടിച്ചിലിനെ തുടർന്ന് 6 കിലോമീറ്റർ നീളമുള്ള പെർനോട്ട് തൽവ റോഡും തകർന്നതായി അധികൃതർ വ്യക്തമാക്കി. മുസഫറാബാദിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യമാണ് ഉള്ളത്. ബ്രസീലിൽ പോർട്ടോ അലഗ്രെ നഗരത്തിൽ ഭവനരഹിതരുടെ താൽക്കാലിക അഭയകേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 10 പേർ മരിച്ചു. കൃത്യമായ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നയിടത്ത് 10 പേരുടെ മരണം അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. അഗ്നിശമന സേന 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കേരളത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായത് ഹരിതചട്ട പാലനമായിരുന്നു. ഇത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം സർക്കാർ മുൻകൂട്ടി തന്നെ നൽകിയിരുന്നു. പ്രചാരണത്തിലേതിനേക്കാൾ വോട്ടെടുപ്പിൽ ഹരിതചട്ടം നടപ്പായത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഡിസ്പോസബിൾ വസ്തുക്കൾ പരമാവധി ഒഴിവാക്കിയും ജൈവ അജൈവ മാലിന്യങ്ങൾ വെവ്വേറെ തരം തിരിച്ച് നിക്ഷേപിച്ചും ഹരിതമാർഗ്ഗങ്ങളിലൂടെ ബൂത്തുകൾ സജ്ജമാക്കിയും മാതൃക തീർത്തു. ഹരിത കർമ്മസേനാംഗങ്ങളുടെ സേവനം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ ബൂത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഉറപ്പാക്കിയിരുന്നു. ശേഖരിച്ച പാഴ്വസ്തുക്കൾ ശാസ്ത്രീയ സംസ്കരണത്തിന് കൈമാറും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മു കശ്മീരിലെയും 88 മണ്ഡലങ്ങളിൽ ഇന്നലെ 2ാം ഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. കേരളത്തിൽ 70.35% പോളിംഗ്. സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 7% കുറവ്. രാജ്യത്ത് വരും ഘട്ട തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു. 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 7-ന്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.